താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവം, താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ലോർഡ്. സങ്കീർത്തനം 149 അധ്യായത്തിൽ കടന്നു വരുമ്പോൾ അവിടെ ഭക്തൻ ദൈവത്തെ സ്തുതിക്കുവാൻ ഒരു ആഹ്വാനം നൽകുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിൻ്റെ 1-ാമത്തെ ഭാഗത്തിൽ പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് പുതിയൊരു പാട്ടും ഭക്തന്മാരുടെ സഭയിൽ അവൻ്റെ സ്തുതിയും പാടുവീൻ. ഇസ്രായേൽ തന്നെ ഉണ്ടാക്കിയവനിൽ സന്തോഷിക്കട്ടെ, സിയോന്റെ മക്കൾ തങ്ങളുടെ രാജാവിൽ ആനന്ദിക്കട്ടെ. അവർ നൃത്തം ചെയ്ത് പാട്ടുപാടി തപ്പിനോടും കിന്നരത്തോടും കൂടെ കർത്താവിനെ കീർത്തനം ചെയ്യുവാൻ ഒരു ആഹ്വാനം സങ്കീർത്തനക്കാരൻ അവിടെ നൽകുകയാണ്. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ തന്റെ ജനത്തിൽ പ്രസാദിക്കുന്നു, താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. പ്രൈസ് ലോർഡ്. താഴ്മയുള്ളവരെ ദൈവം രക്ഷ കൊണ്ട് അലങ്കരിക്കുകയാണ്. കർത്താവിന്റെ വചനത്തിൽ താഴ്മ എന്നൊരു വാക്കിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ദൈവം നമ്മിൽ നിന്ന് ഒക്കെ ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. യേശു കർത്താവ് നമ്മുടെ മുൻപിൽ ഒരു മാതൃകയായി നിൽക്കുകയാണ്. ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്കറിയാം, അപ്പോസ്തലനായ പൗലോസ് യേശു കർത്താവിനെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ട് സ്തോത്രം തൻ്റെ താഴ്മയെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നതായിട്ട് ഒക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ക്രിസ്തുവേശുവിലുള്ള അതേ മനോഭാവം, അതേ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്ന് താൻ പറയുകയാണ്. എന്നിട്ട് കർത്താവിൻ്റെ ഭാവം എന്തായിരുന്നു അതിനെക്കുറിച്ച് പറയുമ്പോൾ യേശുവിൻ്റെ താഴ്മയെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. അവിടെ പറയുകയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, വേഷ്യത്തിൽ മനുഷ്യനായി വിളങ്ങി, അവൻ തന്നെ താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അപ്പോൾ ഇതേ താഴ്മ, ഇതേ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഫിലിപ്പിയിലുള്ള ദൈവസഭയെക്കുറിച്ച് പൗലോസ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് താഴ്മയുള്ളവരെ അവൻ രക്ഷ കൊണ്ട് അലങ്കരിക്കും. ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, എന്നാൽ താഴ്മയുള്ളവർക്കോ കർത്താവ് കൃപ നൽകുന്നു എന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്നു. താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവം, താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 57-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധൻ എന്ന നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമാ വസിക്കുന്നു, താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യവും വരുത്തുവാൻ മനസ്താപവും മനോവിനയും ഉള്ളവരോട് കൂടെയും വസിക്കുന്നു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, പ്രവാചകനിലൂടെ കർത്താവ് പറയുക, ഞാൻ ഉന്നതനാണ്, ഞാൻ ഉയർന്നിരിക്കുന്നവനാണ്, പക്ഷേ താഴ്മയുള്ളവരുടെ മനസ്സിന് ചൈതന്യം നൽകുവാൻ, മനസ്താപമുള്ളവരുടെ ഹൃദയത്തിന് ചൈതന്യം നൽകുവാൻ ഞാൻ അവരുടെ കൂടെ വസിക്കുന്നു. അപ്പോൾ താഴ്മയുള്ളവരുടെ കൂടെ വസിക്കുന്ന കർത്താവ്, താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്ന ദൈവം, താഴ്മയുള്ളവരെ കടാക്ഷിക്കുന്ന ദൈവം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുകയാണ്, യഹോവ താഴ്മയുള്ളവരെ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ രക്ഷ താഴ്മയുള്ളവർക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. സ്തോത്രം. യേശു കർത്താവിന്റെ പ്രഭാഷണത്തിലൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. കർത്താവ് ഒരു ഉപമ പറയുകയാണ്, താഴ്മയുള്ള മനുഷ്യൻ എങ്ങനെ നീതീകരിക്കപ്പെട്ടിട്ട് പോയി. ഹല്ലേലൂയ. എന്നിട്ട് കർത്താവ് പറയുകയാണ്, അങ്ങനെ തന്നെത്താൻ താഴ്ത്തുന്നവനൊക്കെ ഉയർത്തപ്പെടും. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുവാൻ പത്രോസ് ഒരു ആഹ്വാനം നൽകിയാണ്. അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് താഴ്മയോടെ ദൈവസന്നിധാനത്തിലായിരിക്കണം. കർത്താവ് ഉന്നതനെങ്കിലും സ്തോത്രം താഴ്മയുള്ളവരെ കൂടെ വസിക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ താഴ്മയുള്ളവരെ രക്ഷ കൊണ്ട് അലങ്കരിക്കുന്നു. സ്തോത്രം. അത് താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ, ഭക്തന്മാർ കർത്താവിൽ ആനന്ദിക്കട്ടെ എന്ന് പറയുകയാണ്. അവർ ദൈവത്തെ ഘോഷിച്ച് ഉല്ലസിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. സ്തോത്രം. ഈ ഇരുവായ്ത്തലയുള്ള വാള് ദൈവത്തിന്റെ വചനത്തെയാണ് കുറിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ജീവനുള്ളതാണ്, ചൈതന്യമുള്ളതാണ്, അതേത് ഇരുവായ്ത്തലയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. പ്രൈസ് ലോർഡ്. ഇവിടെ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഭക്തന്മാരുടെ വായിൽ ദൈവത്തിന്റെ പുകഴ്ചയും അവരുടെ കൈകളിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും കരത്തിൽ ദൈവത്തിന്റെ വചനം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അത് നമ്മുടെ കരത്തിൽ മാത്രമല്ല, നമ്മുടെ ഹൃദയത്തിൽ, സ്തോത്രം, നമ്മുടെ ഉള്ളിൽ എപ്പോഴും കർത്താവിന്റെ വചനം ഉണ്ടായിരിക്കണം. രാജാക്കന്മാരെ ദൈവം വിധിക്കുന്ന കർത്താവാണ്. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും ദൈവം നടത്തും. സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, രാജാക്കന്മാരെ ചങ്ങലകളാലും പ്രഭുക്കന്മാരെ വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിന് എഴുതിയിരിക്കുന്ന വിധി
അവരുടെ മേൽ നടത്തേണ്ടതിന് തന്നെ. ഇത് കർത്താവ് ആമേൻ സ്തോത്രം ജാതികളുടെ മേൽ നടത്തും. അത് അവന്റെ സർവ്വഭക്തന്മാർക്കും ബഹുമാനം ആകുന്നു. ഹല്ലേലൂയ. ദൈവം ജാതികളെ വിധിക്കുമ്പോൾ ദൈവത്തിന്റെ ഭക്തന്മാർക്ക് അതൊരു ബഹുമാനമായി മാറുകയാണ്. യഹോവയെ സ്തുതിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇരുവായ്ത്തലയുള്ള വചനം ആമേൻ സ്തോത്രം അത് നമ്മുടെ കരങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ, അത് നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. താഴ്മയോടെ കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. ഈ വചനങ്ങളാൽ ദൈവമേ ഇവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് God bless you all.